അങ്ങനെ ഇന്നത്തെ ദിവസമാണ് നമ്മുടെ ടാസ്കിൻ്റെ, അതായത് ഈ പറഞ്ഞ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആരാണ് ആ പറയുന്ന ഇരുട്ടറയിൽ പോകും എന്നതിൻ്റെ ടാസ്കിൻ്റെ ലാസ്റ്റ് ഡേ. അപ്പോൾ ഇന്നത്തെ ഗെയിം തീരുമാനിക്കും എന്നാണ് ഇന്നത്തെ പുതുതായിട്ട് വന്നിരിക്കുന്ന പ്രൊമോ പറയുന്നത്. ഇന്നത്തതിനകത്ത് നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ 6 പേരും എലിമിനേറ്റ് ആകാനുള്ള 6 പേരും തന്നെയാണ് മത്സരിക്കുന്നത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഒരു നെയിം തന്നെ. പക്ഷേ അനീഷ് അതിൽ മാക്സിമം അനീഷ് തന്നെയാണ് ആദ്യം ഓടിയെത്തുന്നത്. അനീഷാണ് അത് ആ ഒരു ഗെയിം ജയിക്കുന്നത്. പക്ഷെ പ്രീവിയസ് സ്കോർ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ അനീഷ് ആയിരിക്കാം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ എവിക്ഷൻ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഇടയിൽ ശരിക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതിന് കാരണം ഈ പറഞ്ഞ അനുമോളും അപ്പാനി ശരത്തും ആയിരിക്കും. കാരണം ഈ പറഞ്ഞ 2 ടാസ്കിലും അനീഷിനെ തോൽപ്പിച്ചത് ഈ പറഞ്ഞ അനുമോളും അപ്പാനിയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടാസ്ക് അത് അനീഷിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും, അനീഷ് എത്ര കഷ്ടപ്പെട്ടാൽ അനീഷിന് ഈ ഒരു ടാസ്കിൽ ജയിക്കാൻ സാധിക്കും എന്നുള്ളത് നോക്കാം. അപ്പം ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഒരു സ്തൂപം വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു ചെറിയ ബൗളിൽ കുറച്ച് പച്ച കളറിൽ കുറച്ച് കല്ലോ കോയിനോ കല്ലുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാവരും 6 പേരിങ്ങനെ നിരന്ന് നിന്നിട്ട് ആദ്യം പോയി, അതാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ആദ്യം പോയി അത് എത്തിയെടുക്കുന്നതാണ് ആ ടാസ്ക് എന്ന് പറയുന്നത്. ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസ് അവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആദ്യം ഓടി ചെല്ലുന്നത് നമ്മുടെ ഒനീൽ ഉൾപ്പെടെ എല്ലാവരും ഭയങ്കരമായിട്ട് ഓടുന്നുണ്ട്. ഷാരികയാണെങ്കിൽ ചിലപ്പോൾ ഷാരികയായിരിക്കും ഈ ഒരു ടാസ്കിൽ എവിക്റ്റ് ആകാൻ പോകുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ട് ഷാരികയും തൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് ഇങ്ങനെ ഓടി എത്തുകയാണ്. അപ്പോഴത്തേക്കും അനീഷ് അത് തട്ടിയെടുത്തതായിട്ടാണ്. അത് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല. അതെന്തായാലും ഒരു സസ്പെൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഏതായാലും എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ അനീഷ് അവരെ ഫേസ് ചെയ്ത് നിൽക്കുന്നത് കണ്ടതുകൊണ്ട് എനിക്ക് തോന്നുന്നു അനീഷും അതിനൊപ്പം തന്നെ ശാരികയും ആയിരിക്കും ഈ ഒരു ടാസ്കിൽ തോറ്റു പോകുന്നത്. അത് ടാസ്കിൽ ജയിച്ചിട്ട് കാര്യമില്ലല്ലോ. 2 പ്രീവിയസ് ടാസ്കുകൾ അനീഷിനെ ചതിച്ചത് കൊണ്ട് ആ ഒരു ടാസ്കിൻ്റെ സ്കോറും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ നോക്കുവാണെങ്കിൽ അനീഷ് ആയിരിക്കാം ഈ പറഞ്ഞ തടവറയിലേക്ക് അല്ലെങ്കിൽ ആ ഇരുട്ട് മുറിയിലേക്ക് ബ്ലൈൻഡ് സ്പോട്ടിലേക്ക് പോകാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കിനി ഒരു എത്ര ദിവസത്തേക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് അനീഷിനി തിരിച്ചു വരണമെങ്കിൽ പോലും ഈ പറയുന്ന വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ സാധിക്കൂ എന്നാണ്. അപ്പോൾ പ്രേക്ഷകരുടെ ഒപ്പം തന്നെ പ്രേക്ഷകർ എന്തായാലും അനീഷാണ് ആ ഒരു ബ്ലൈൻഡ് സ്പോട്ടിലേക്ക് പോകുന്നതെങ്കിൽ പ്രേക്ഷകർ ഉറപ്പായിട്ടും അനീഷിനെ സ്വീകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഗുഡ് ഗെയിമർ. പക്ഷെ അതിന് എന്തൊക്കെയാണ് ആ ഒരു ചൊറി സ്വഭാവമൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സ്ത്രീകളോടൊരു മാന്യതയൊന്നും ഇല്ലാത്ത പെരുമാറ്റം അവിടെ ഉണ്ട്. പക്ഷേ ലാലേട്ടൻ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ വിരോധി അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു വലിയ പെരുമാറ്റമൊന്നും കാണിക്കാനുള്ള സ്പേസ് കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ആ വീട്ടിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന സീസൺ 7 ചരിത്രത്തിൽ അനീഷിന്റെ പേരായിരിക്കും എഴുതാൻ പോകുന്നത് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും പറയുക. ഏതായാലും ഒരു ഗുഡ് ഗെയിമർ എന്നുള്ള രീതിയിലും വെറുതെ കാരണമില്ലാതെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാര്യം അനീഷ് കാണിക്കാറില്ല. അപ്പാനി പക്ഷെ ഓൾവേസ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പാനിക്ക് ബിഗ് ബോസ് കളിക്കണം എന്നില്ല, അനീഷിനെ ഇങ്ങനെ ഉപദ്രവിക്കണം എന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഏതായാലും ശരി, ഇന്നത്തെ ആ ഒരു ഗെയിമിന്റെ ഫുൾ അപ്ഡേറ്റുമായിട്ട് ഓൾവേസ് ഞാൻ ഇവിടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.